എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 7:37 ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ വിശ്വാസം വേണം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ലഭിക്കുകയുള്ളൂ. രണ്ടാമതായി ഈ വാക്യത്തിൽ തന്നെയുണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവന്ന് കുടിക്കട്ടെ. ദാഹം, ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം. ദൈവത്തിന് സ്തോത്രം. അതൊരിക്കലും നിലയ്ക്കാത്തൊരു ദാഹമാണ്. ആ ദാഹം കൂടിക്കൂടി വരികയുള്ളൂ, കൂടിക്കൂടി വരണം. ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം. ദാഹിക്കണം. വചനം കേൾക്കാൻ നിങ്ങൾ ഓടണം. കേൾക്കാൻ, വചനം കേൾക്കാൻ നിങ്ങൾ ആർത്തി കൊണ്ട് പായണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മാനസാന്തരപ്പെട്ട ആദ്യകാലം ഞാൻ വചനം കേൾക്കാൻ ഓടുകയായിരുന്നു. ഞാൻ വചനം പറയുന്ന ആളല്ലായിരുന്നു. 17-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു. പിന്നെ വചനത്തോടുള്ളതായ ഒരു ആർത്തി വന്നു. ആർത്തി കേട്ടാലും മതിയാകാതെ. അന്ന് ഇത് പറഞ്ഞാൽ ഞാൻ ഈ ഇവിടെ വെറും അപരിഷ്കൃതനായി കൺട്രിയായി ജീവിച്ച ആ കാലങ്ങളിൽ പുറം ലോകം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വചനം കേൾക്കാൻ വേണ്ടി ഞാൻ കോട്ടയത്ത് പോയി. ബലിഗ്രഹം വരുന്നത് കേട്ട്
വചനം കേൾക്കാൻ വേണ്ടി ഞാൻ അയിരൂര് പോയി. റാന്നി അപ്പുറം കണ്ടാണ് ഇപ്പോഴ് അവിടെ, പിന്നെ ഞാൻ അവിടെ പോയിട്ടില്ല. അയിരൂരെ പോയി വചനം കേൾക്കാൻ. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കാൻ ഓടി. കുറുമ്പടിയിൽ ഐക്യൺവേഷൻ നടക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി കുറുമ്പടി പോയി. ഞാൻ ഒറ്റയ്ക്ക് പോയി തിരിച്ചു വന്നു. വചനം കേൾക്കാനുള്ളൊരു ദാഹമായിരുന്നു, ആർത്തി കൊണ്ടുള്ള ഓട്ടമായിരുന്നു. കേട്ടതും മതിയാകുന്നില്ല. എന്ത് മധുരതരമായ അനുഭവങ്ങളായിരുന്നു ആ കാലങ്ങളിൽ. എന്തൊരാവേശമായിരുന്നു വചനം കേൾക്കാൻ. ഇങ്ങനെ വചനം പറയുന്ന ആളുടെ മുഖത്തൊന്നും കണ്ണു പറിക്കാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു എനിക്ക്, വലിയ അനുഭവം. വചനത്തോടുള്ളതായൊരു ദാഹം കർത്താവ് എനിക്ക് തന്നു. ഇന്നും ഭാഗ്യവശാൽ ആ ദാഹം നിലച്ചിട്ടില്ല. ഇനിയും അറിയണം, കേൾക്കണം, വായിക്കണം, ധരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനത്തിന് വേണ്ടിയുള്ളതായ ദാഹം നിങ്ങൾക്ക് വേണം. വചനം കേൾക്കാനുള്ളതായ ആർത്തി നിങ്ങൾക്ക് വേണം. അതാണ് ദാരിദ്ര്യമുള്ളവനെ ആർത്തിയുള്ളൂ, ദാരിദ്ര്യമുള്ളവനെ വിശപ്പുള്ളൂ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. എത്ര കിട്ടിയാലും മതിയാവുകയില്ല. ദാരിദ്ര്യം എത്ര കിട്ടിയാലും മതിയാവുകയില്ല. ആർത്തി കൊണ്ട് ഓടുന്നു. ദാഹിക്കുന്നതിനെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൽ നാം കാണുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അവസാനത്തെ പുസ്തകത്തിൽ, ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകത്തിൽ ദാഹിക്കുന്നവൻ വരട്ടെ എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. ദാഹമുണ്ട്, വരുന്നുണ്ടല്ലോ, വചനം കേൾക്കാൻ വരുന്നുണ്ടല്ലോ. അതൊരു വലിയ ഭാഗ്യമാണ്. എത്രയോ പേര് വരാതിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളുണ്ട്, പല നല്ല ആളുകളുണ്ട്. നല്ല വേറെ വേണ്ടാതിനത്തിനൊന്നും പോകാതെ മാനമര്യാദയെ ജീവിക്കുന്ന എത്രയോ നല്ല ആളുകളുണ്ട്. അവരവരുടെ ജോലി നോക്കി, പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ കൃഷിക്കാരാണല്ലോ. അന്നൊക്കെ ഞങ്ങളെല്ലാം കർഷകരായിരുന്നു. ഈ കർഷക വൃത്തിയുടെ കൂടെ ആ കാലങ്ങളിൽ വേറെ വേണ്ടാതിനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർക്കുന്ന ഞങ്ങളുടെ വീട്ടുകാർ ആരും തന്നെ ഒരു അരുതാത്ത രീതിയിലൊന്നും ജീവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വേണ്ടാതിനങ്ങളൊന്നും ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. പള്ളിയിൽ പോകും, നമസ്കാരം ചൊല്ലും, നോമ്പ് നോക്കും, ആണ്ടുപസാരം നടത്തും, ആണ്ടിലൊരിക്കലും കുർബാന കൊള്ളും. അങ്ങനെ ഒരുവിധം ചിട്ടപ്പെട്ട ഒരു ജീവിതം. ആരോടും വഴക്കിനും പോവില്ല, പിണക്കത്തിനും പോവില്ല, അവനൊരു കാര്യം നോക്കി നടക്കും. അങ്ങനെയായിരുന്നു ജീവിതത്തിൽ. അങ്ങനെയെല്ലാം ആയിരുന്നെങ്കിലും വചനത്തിലേക്കുള്ള ആർത്തി നിർഭാഗ്യവശാൽ പലർക്കും വന്നില്ല. വചനം വന്നപ്പോൾ ആ വചനം സ്വീകരിക്കാനുള്ളതായ ദാഹം പലർക്കും വന്നില്ല. വലിയ നഷ്ടമായിപ്പോയി. വചനത്തിന് വേണ്ടിയുള്ളതായ ദാഹം. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് അത്ഭുതത്തോടെ ഓർക്കുന്നു, എനിക്ക് അന്ന് വചനത്തിലുള്ള ദാഹം കിട്ടിയതുപോലെ പലർക്കും കിട്ടിയില്ലായിരുന്നു. വചനത്തിന് വേണ്ടിയുള്ളതായ എൻ്റെ ഓട്ടം പലർക്കും അത് വിട്ടിത്തമാണെന്നൊക്കെ തോന്നിയ കാലമുണ്ട്. പലരും എന്ത് മണ്ടത്തരമായി പറയും, നമുക്ക് അതിൻ്റെ വലിയ ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. നിനക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് നീ കൂട്ടായ്മയെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ നിരുത്സാഹപ്പെട്ടില്ല. ഉത്സാഹത്തോടെ കൂടി, ഉത്സാഹത്തോടെ. എൻ്റെ ആഗ്രഹം, നിങ്ങൾ ഓരോരുത്തരും ഓടിക്കൂടി വരുന്നുണ്ടല്ലോ, ആർത്തി കൊണ്ട് വരുന്നുണ്ടല്ലോ, വചനം കേൾക്കാൻ വരുന്നുണ്ടല്ലോ, ഞാനതിൽ സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ബഹുമാനമുള്ളത്. വചനത്തിനുള്ള ആർത്തി കൊണ്ട് വരുന്നവർ അവരെൻ്റെ സ്വന്തം ഭവനക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഭവനം എൻ്റേതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ദൈവത്തിൻ്റേത്, ദൈവത്തിൻ്റെ മക്കളുടേത്. സ്തോത്രം. അങ്ങനെയൊരു സമർപ്പണം എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ഞാനിന്ന് സമാധാനം അനുഭവിക്കുന്നു, ഞാനിന്ന് സന്തോഷം അനുഭവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? യേശുക്രിസ്തുവിന് വേണ്ടിയുള്ളതായ ദാഹം നിങ്ങൾക്ക് വരുമോ? കർത്താവെ, പോരാ, കിട്ടിയതും പോരാ, എനിക്ക് ഇനിയും വേണം ആത്മീയ അനുഗ്രഹങ്ങൾ, ഇനിയും വേണം നിൻ്റെ സാന്നിധ്യം, ഇനിയും വേണം നിൻ്റെ കൃപ. കർത്താവെ, തരണമേ. ആ ദാഹം നിങ്ങൾക്ക് വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കിട്ടിയതും പോരാ. ഏതാ? ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ. എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, പോരാ, ഇന്നത്തെ ആത്മീയ നിലവാരം പോരാ.
ഇന്നത്തെ ആത്മീയ നിലവാരം കൊണ്ട് തൃപ്തിപ്പെടാൻ വയ്യ. ഇനിയും ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പോരാ കർത്താവേ, പോരാ, ഇനിയും തരണമേ നിൻ്റെ ആത്മാവിനെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായ സ്നേഹത്തോട് പറയട്ടെ, നിങ്ങൾ ആത്മാവിന് വേണ്ടി ദാഹിക്കണം. കർത്താവേ, നിൻ്റെ ആത്മാവിനേക്ക് തരണമേ നിങ്ങൾ യാചിക്കണം, മുട്ടിപ്പായി യാചിക്കണം. ആത്മാവിന് തരാതെ എനിക്ക് വിശ്രമമില്ലായി നിങ്ങൾ പറയണം. ആത്മാവിന് കിട്ടാതെ എനിക്ക് വിശ്രമിക്കാൻ സാധ്യമല്ലെന്ന് പറയണം. എല്ലാം മറന്ന് ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹത്തോടെ ഓടണം. ഞാൻ അത് സന്തോഷത്തോടെ പറയട്ടെ. ഭാഗ്യവശാൽ ഇന്ന് അനേകം ദൈവമക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം, ആ വചനം നമുക്ക് എത്രത്തോളം വാങ്ങാൻ പറ്റുമോ അത്രത്തോളം വാങ്ങണം, എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കണം. സൗജന്യമായി നിങ്ങൾ ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. നമുക്കിതെല്ലാം സൗജന്യമായിട്ട് കിട്ടുന്നതല്ലേ, സൗജന്യമായിട്ട്. ദൈവത്തിന് വലിയ മഹത്വപ്പെടട്ടെ. ദൈവമക്കൾ അനേകം പേര് നാളുകൾ കാത്തിരുന്ന്, നാളുകൾ ഉപവാസത്തോടിരുന്ന് ആത്മാവിനെ പ്രാപിക്കുന്നു. നമുക്ക് അങ്ങനെ കാത്തിരിപ്പൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരുക്കമൊന്നുമില്ല. പക്ഷേ നമുക്ക് കർത്താവ് ദാനമായി തരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? എന്തായിരിക്കാം? ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നല്ലപോലെ അറിയാം, 1973 ഈ ദേശത്തേക്ക് ഒരു വിശുദ്ധനായ ദൈവപുരുഷൻ കടന്നു വന്നു. ഞാൻ കണ്ടിട്ടുള്ളതിലേക്കും വിശുദ്ധനായ ദൈവപുരുഷൻ. ആ ദൈവദാസൻ കടന്നു വന്ന് ഇവിടെ ഇരുന്ന് സ്തുതിച്ചു. അതിനെ തുടർന്നാണ് സൗജന്യമായ കൃപയും ഒഴുകാൻ തുടങ്ങിയത്, സൗജന്യമായ സ്നേഹം ഒഴുകാൻ തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ണുടച്ച് ആ ദൈവപുരുഷൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. അത് ദൈവം പറയുന്ന വാക്കുകളാണ് ഞാൻ വിശ്വസിച്ചു. ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. അന്ന് ഈ ദേശം ഇളകി, ഈ ദേശം മുഴുവൻ ഇളകി. എന്തൊരു ആത്മീയ ഉണർവായിരുന്നു. അനേകം പേര് മദ്യപാനം ഉപേക്ഷിച്ചു, മദ്യം ഉണ്ടാക്കുന്ന പനകൾ വെട്ടിക്കളഞ്ഞു. അനേകം പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിക്കുന്നു. ആകെ കുടുംബ സമാധാനമാകുന്നു. എന്തൊരു ഐശ്വര്യമായിരുന്നു ആ കാലങ്ങൾ, എന്തൊരു സമാധാനമായിരുന്നു. അതിൻ്റെ ഒരു ശേഷിപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നത്. അതിൻ്റെ ശേഷിപ്പാണ്. നാം ആരും നേടിയതല്ല, നാം ആരും സമ്പാദിച്ചതല്ല, നാം ആരും അതിനുവേണ്ടി വില കൊടുത്തില്ല. ഞാൻ പറയും, ഞാനും വില കൊടുത്തില്ല. എനിക്ക് സൗജന്യമായി കിട്ടിയതാണ്, സൗജന്യമായി കിട്ടി. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് സൗജന്യമായി ദാനം വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സൗജന്യമായി നിങ്ങളൊന്നും കൊടുക്കണ്ട. 10 പൈസ പോലും ചിലവഴിക്കാതെ, ഹല്ലേലൂയ, 10 പൈസ പോലും ചിലവഴിക്കാതെ ഈ ദാനം നിങ്ങൾക്ക് തരാൻ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാനുള്ളതായ ആ വെളിവ് കർത്താവ് തരുന്നുണ്ട്. കർത്താവേ, പോരാ, പാവമുണ്ടല്ലോ, എൻ്റെ കർത്താവേ, തിന്മ വന്നിട്ടുണ്ടല്ലോ, ശാപകരമായി വല്ലതും സംഭവിച്ചിട്ടുണ്ടല്ലോ, കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ വിതുമ്പിയാൽ, നിങ്ങൾ ഏങ്ങലടിച്ചാൽ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും. വിശ്വസിക്കൂ. ഏത് ഘോരപാതകം വന്നിട്ടുണ്ടെങ്കിലും എല്ലാം ക്ഷമിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം, എല്ലാം കഴുകുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ ഓടി അണയൂ. യേശുവിനോട് പറയൂ, കർത്താവേ, എൻ്റെ നാഥ, ഞാൻ ഇന്ന് നാഥ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് നിൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നാഥ, ആത്മാവിനെ സൗജന്യമായി ലഭിക്കുന്നത് എനിക്ക് ഗ്രഹിക്കുവാനും അനുഭവിക്കുവാനും ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവ് പറഞ്ഞു, സൗജന്യമായി നിങ്ങൾ ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. സൗജന്യമായി കിട്ടിയതാണ്, സൗജന്യമായി കിട്ടി. ഒന്നും ചിലവഴിച്ചിട്ടല്ല കിട്ടിയത്, ഉപവാസം എടുത്തിട്ടല്ല കിട്ടിയത്, പ്രാർത്ഥിച്ചിട്ടല്ല കിട്ടിയത്, കാത്തിരുന്നിട്ടല്ല കിട്ടിയത്. എല്ലാം ദാനം കർത്താവ് ഇങ്ങോട്ട് തരികയായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ചിന്തിക്കുകയാണ്. കാരണം എന്താണ്? ഒരു കാരണവുമില്ല, ഒരു യോഗ്യതയുമില്ല. ഞാൻ ആത്മീയ രംഗത്തേക്ക് മാനസാന്തരപ്പെട്ട് വന്ന കാലത്ത് അന്ന് എത്രയോ അനുഗ്രഹീതരായ ദൈവദാസന്മാരുണ്ടായിരുന്നു. എത്ര ശക്തമായി ദൈവത്തിന് വചനം പറയുന്നുണ്ടായിരുന്നു. പലരെയും എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ട്. അനുഗ്രഹീതരായ ദൈവദാസന്മാർ അവരൊന്ന് പ്രസംഗിക്കുമ്പോൾ പന്തൽ ഇളകിയിരുന്നു, ജനങ്ങൾ ഇളകിയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നും നമ്മളാരും ആയിട്ടില്ല. എനിക്കറിയാം, ഞാനായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. നല്ല ബോധ്യത്തോടെ ഞാനിത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആശയോടെ പറയുകയാണ്, ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ജീവനുള്ളവരായി എഴുന്നേറ്റാൽ കൊള്ളാം.
നിങ്ങളുടെ മരണാവസ്ഥയിൽ നിന്ന്, മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന്, ആത്മാവ് മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എഴുന്നേൽക്കണം. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപത്തിന് ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. പാവം വിട്ടാൽ മാത്രമേ ജീവൻ കിട്ടുകയുള്ളൂ. പാവം വിടണം. പാവം വിടാൻ മനസ്സ് വന്നാൽ ജീവദാതാവ് നമുക്ക് തരും, കർത്താവ് നമുക്ക് തരും, സൗജന്യമായി നമുക്ക് തരും. നിങ്ങൾക്ക് അത്രയെങ്കിലും സാധിക്കുമോ? ഇല്ല, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ തിന്മയായതൊന്നും വരികയില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? പാവമായതൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് വരികയില്ല നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് ആത്മാവിന് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ കുറേയേറെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. നാളുകൾ കളഞ്ഞു പോയല്ലോ. ദൈവമേ, അബദ്ധങ്ങൾ പറ്റിപ്പോയല്ലോ. ലോകത്തിന് പിന്നാലെ ഞാൻ ഓടിപ്പോയല്ലോ. ലോകെമ്പങ്ങളുടെ പിന്നാലെ ഞാൻ പാഞ്ഞു പോയല്ലോ. കർത്താവേ, ലോകത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഡംബരത്തിൻ്റെയും പിന്നാലെ ഞാൻ പോയല്ലോ. ലോകമനുഷ്യരുടെ ബഹുമതിക്ക് പിന്നാലെ ഞാൻ പോയല്ലോ. കർത്താവേ, നഷ്ടത്തിൻ്റെ കാലങ്ങൾ എൻ്റെ സഹോദരങ്ങളെ അനേകം കാലങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അനേകം കാലങ്ങൾ തീർന്നു പോയി. ദൈവത്തിന് സ്തോത്രം. ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. കർത്താവേ, ഞാൻ ഓടേണ്ടതുപോലെ ഓടിയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചില്ല, സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ചില്ല. കർത്താവേ, ഞാൻ ആത്മാവിനെ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചില്ല. അത് എനിക്കും പറയാനുള്ളൂ. ഞാനും നിങ്ങളിൽ നിന്ന് മാറി എന്നല്ല പറയുന്നത്, എൻ്റെയും കൂടി അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, കാലങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി. എത്രയോ നല്ല നല്ല അവസരങ്ങൾ എനിക്ക് ആത്മാവിന് സൗജന്യമായി കിട്ടിയ കാലങ്ങൾ, സൗജന്യമായി ആത്മാവിന് കിട്ടിയിരുന്നു. പക്ഷേ ഞാനത് വിലമതിച്ചില്ല. ഞാൻ പ്രാർത്ഥിക്കാതെ, ഞാൻ ഉപവസിക്കാതെ, ഞാൻ കാത്തിരിക്കാതെ ആത്മാവ് ലഭിച്ചു. ഞാനതിൻ്റെ വില അറിഞ്ഞില്ല. എനിക്ക് കർത്താവേ നീ ശുശ്രൂഷകൾ തന്നു, ഞാൻ വില അറിഞ്ഞില്ല. കർത്താവേ, എനിക്ക് അതിൻ്റെ വചനം പറയാനുള്ളതായ അവസരങ്ങൾ തന്നു, പക്ഷേ അതും ഞാൻ വേണ്ടത്ര വില കൊടുത്തില്ല. എനിക്ക് കിട്ടിയ പദവി എന്ത് നീ അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, മനുഷ്യരുടെ ബഹുമതിയും മനുഷ്യരുടെ സ്നേഹവും മാത്രം ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എനിക്ക് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം വിട്ട് എൻ്റെ യേശുവിന് പിന്നാലെ പോകാനുള്ളതായ തയ്യാറെടുപ്പിലേക്ക് വന്നില്ല. ഇത് നാം തിരിച്ചറിയണം. എന്നിട്ട് കർത്താവോട് പറയണം, കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ ഇപ്പോൾ ഒന്നുമില്ല, അഭിമാനിക്കാനുള്ള നേട്ടങ്ങളൊന്നുമില്ല. ആകെയുള്ള ഒരേ ഒരു ചെറിയൊരു പ്രതീക്ഷ, കർത്താവേ, ഇന്ന് നീ എന്നെ സ്നേഹിക്കുന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നുമില്ല എനിക്ക്. ഇന്ന് നീ എന്നെ സ്നേഹിക്കുന്നതിനെ വെട്ടിക്കളഞ്ഞില്ലല്ലോ. വെട്ടിക്കളയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ തീർന്നു പോകാമായിരുന്നു. കർത്താവേ, ആയുസ് തീർന്നു പോകുമായിരുന്നു. തീർന്നു വിചാരിച്ചതാണ്, എങ്കിലും തീർന്നില്ല. പിന്നെ നീ അവസരങ്ങൾ തന്നു കർത്താവേ, പിന്നെ ആയുസ് നീട്ടി തന്നു, പിന്നെ ഈ സമയങ്ങൾ തന്നു. അതാ ഞാനിതാ തിരുവൻഭാഗം വരുന്നു. ദൈവമേ, എൻ്റെ സമപ്രായക്കാരായ പലർക്കും ഈ അനുഗ്രഹങ്ങൾ കിട്ടിയില്ല. എനിക്കോ നീ സൗജന്യമായി കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് ഞാൻ നിന്നെ വേണ്ടതുപോലെ ആദരിച്ചില്ല, ഞാൻ നിന്നെ ആരാധിച്ചില്ല, ഞാൻ നിനക്ക് വേണ്ടി മുഴുവൻ ചെലവഴിച്ചില്ല. കർത്താവേ, ഇന്നിപ്പോൾ തിരുവൻഭാഗം ഞാൻ വരികയാണ്. ദൈവത്തോട് നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് ഇന്ന് ഒറ്റയ്ക്കൊരാഗ്രഹം ഞാൻ തിരുവൻഭാഗം ഞാൻ ബോധിപ്പിക്കുകയാണ്. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ ഒന്ന് ഊതണമേ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതണമേ. പാവപ്പെട്ട ശിഷ്യന്മാർ പേടിച്ചാരുണ്ട്. അവിടെ സിഹിമാളിയിൽ ഇരിക്കുകയായിരുന്നു. സിഹിമാളിയിൽ അവരെ പരിഭവിച്ചിരിക്കുകയാണ്. അവരുടെ നാഥനെ ക്രൂശിച്ച യെരൂശലേമിൽ അവർക്കും അത് തന്നെയാണ് വരാൻ പോകുന്നവർക്കറിയാം. അതുകൊണ്ട് ഭാരത്തോടെ സങ്കടത്തോടെ അവർ കൂടിയിരിക്കുകയാണ്. അനാഥത്വം പോകൊണ്ടിരിക്കുകയാണ്. നാഥൻ പോയല്ലോ, ഇനി നമുക്ക് ആരുണ്ട്? സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ അപ്പോഴാണ് വാതിലടച്ചിരിക്കെ അവിടെ പെട്ടെന്ന് യേശു വന്ന് നിന്നു. എന്തൊരത്ഭുതം! 3 ദിവസം മുമ്പ് ക്രൂസിൽ കിടന്ന് പിടഞ്ഞ ഞങ്ങളുടെ നാഥനിതാ ഞങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. 3 ദിവസം മുമ്പ് ക്രൂസിന്മേൽ കിടന്ന് പിടഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് കിടന്നു. ദാഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ക്രൂസിന്മേൽ കിടന്ന് പിടഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ക്രൂസിൽ കിടന്ന് അതേ യേശു, അതേ കാലുകൾ, ആണിപ്പാടുള്ള കാലുകൾ, അതേ കൈകൾ, ആണിപ്പാടുള്ള കൈകൾ. യേശു മുൾമുടിയേറ്റ് തകർന്ന ശിരസ്. എൻ്റെ ദൈവമേ, യേശുദാവൻ നിൽക്കുന്നു. യേശു പുഞ്ചിരിയോടെ നിൽക്കുന്നു. സ്തോത്രം. അവർ ഞെട്ടിപ്പോയി. ഇതാരാണിത്? എന്താണെന്ന് സ്വപ്നം കാണുകയാണോ? അല്ല, സാക്ഷാൽ നമ്മുടെ നാഥൻ തന്നെ നമ്മുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി യേശു തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അവർക്ക് സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഉറപ്പായി യേശു ജീവിക്കുന്നു എന്ന്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യേശു ജീവിക്കുന്നു എന്ന് അവർക്ക് നല്ല ഉറപ്പായി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവരുടെ നേരെ നോക്കിയിട്ട് 2 കൈകൾ ഉയർത്തി
അവർ വ്യക്തമായി കണ്ടു. ആ കൈയിലെ ആണിപ്പാടുകൾ ഇരു കൈകൾ ഉയർത്തി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് അവർ അങ്ങനെ അമ്പരപ്പോടിരിക്കുന്ന സമയത്ത് അവരുടെ നേരെ കർത്താവ് ഓരോരുത്തരുടെ അടുക്കിലേക്ക് വന്നു. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ ദൈവമേ, കാലങ്ങൾ ആവർത്തിക്കട്ടെ, സംഭവങ്ങൾ ആവർത്തിക്കട്ടെ. നാഥാ, ഇന്ന് ഞങ്ങളുടെ മേൽ ഒന്ന് ഊതണമേ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ ഊതണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വീശണമേ. ആ കാറ്റ്, ഇളങ്കാറ്റ്, മന്ദമായി വീശുന്ന ആ ഇളങ്കാറ്റ് ഇപ്പോൾ ഞങ്ങളുടെ മേൽ വീശി ഞങ്ങളുടെ വേദനകളെ ശമിപ്പിക്കണമേ. ഞങ്ങളുടെ ഭാരങ്ങളെ അകറ്റണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ കടഭാരത്തിനൊരു പൊറുതി തരണമേ. കർത്താവേ, കടത്തിൽ ഭാരപ്പെട്ട് ഞങ്ങൾക്കുന്ന അനേകരുണ്ട്. മനസ്സ് നൊന്ത് വലയുന്ന അനേകരുണ്ട്. രോഗപീഠയിൽ വലയുന്ന അനേകരുണ്ട്. സമാധാനമില്ലാതെ കേഴുന്ന അനേകരുണ്ട്. കുടുംബസമാധാനം നഷ്ടപ്പെട്ട അനേകരുണ്ട്. ഒരിക്കലും ചർച്ചയില്ലാത്ത വിധത്തിൽ കുടുംബത്തിൽ അലോഹ്യം വഹിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവേ, എൻ്റെ മേൽ ഒന്ന് ഊതണമേ. ഞാൻ യേശുള്ളവനായി ഈ വീട്ടിൽ നിൽക്കും. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് യേശു കടന്നു വരും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശുവേ, ഞാൻ ഒരാൾ യേശുവിനെ ഉൾക്കൊണ്ട് ഞാൻ നിൽക്കും. ആത്മാവിനെ കൈക്കൊണ്ട് ഞാൻ നിൽക്കും. അവരുടെ മേൽ ഊതി ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയെന്ന് പറഞ്ഞു. ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് യേശു നിങ്ങളുടെ മേൽ ഊതട്ടെ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഊതട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെ ആഞ്ഞടിച്ച് നിങ്ങളുടെ സ്വയത്തെ തകർക്കട്ടെ. ഹല്ലേലൂയ. ഈഗോ തകരട്ടെ, അഹന്തകൾ തകരട്ടെ, നിഗളം തകരട്ടെ, തനിക്ക് താൻ പോരുമ തകരട്ടെ, സ്വന്തം തൃപ്തികളും സ്വന്തം ഇഷ്ടങ്ങളും തകരട്ടെ. എല്ലാം മാറി ഞാനിതാ യേശുവിൻ്റേത് മാത്രമെന്ന് ഹൃദയം പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരിക്കുന്നിടത്തിരുന്നു കൊണ്ട് കർത്താവ് പറയണം, കർത്താവേ, എൻ്റെ മേലും ഊതണമേ. ദൈവത്തിന് സ്തോത്രം. എന്നോട് മനസ്സരിയണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാപശാപങ്ങൾ മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ മേലുള്ളതായ ദുഷ്ടനായ പൈശാചികൻ്റെ കണികളെല്ലാം മാറ്റണമേ. സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുന്നല്ലോ, ബന്ധനങ്ങളിൽ അഴിച്ചു കളയണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതി എൻ്റെ മേലുള്ള സകല ബന്ധനങ്ങളും അവിശ്വാസങ്ങളും മാറ്റണമേ. എല്ലാ സംശയങ്ങളും മാറ്റണമേ. എല്ലാ അകൽച്ചകളും മാറ്റണമേ. എല്ലാ ഇണക്കക്കുറവുകളും മാറ്റണമേ. കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറ്റണമേ. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതി എൻ്റെ രോഗം മാറ്റണമേ. എനിക്ക് സൗഖ്യം തരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. കുടുംബസമാധാനം തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയെ തരും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി തീരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. അവരുടെ ഭാവി ശോഭനമായി തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയുമ്പോൾ മക്കൾ ഒരിക്കലും തീർന്നു പോവുകയില്ല. അവർ തലമുറ നശിച്ചു പോവുകയില്ല. അനന്തര തലമുറകളിലേക്ക് ഭാഗ്യം പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തര തലമുറകളിലേക്ക് ഭാഗ്യം പകരുകയും നിങ്ങൾ ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി. ദൈവത്തിന് സ്തോത്രം. നിർഭാഗ്യവശാൽ അന്ന് തോമസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. കഷ്ടമായി പോയി. തോമസ് ലീഹ ആബ്സെൻ്റ് ആയിരുന്നു. അയ്യോ, മാറണ്ടായിരുന്നു, അന്ന് നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവർ സഹോദരന്മാർ പറഞ്ഞപ്പോൾ, സ്നേഹിതന്മാർ പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ മേൽ ഊതി എന്ന് പറഞ്ഞപ്പോൾ, യേശു ഞങ്ങളുടെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു പറഞ്ഞപ്പോൾ തോമസിലേക്ക് വിശ്വാസം വന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തോമസിലേക്ക് വേണ്ടി അടുത്തയാഴ്ച പിന്നെയും കർത്താവ് വന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതം. അവിശ്വാസിയെ തേടി വരുന്ന നിത്യസ്നേഹമിത നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവിശ്വാസിയെ തേടി വരുന്ന രാജാതിരാജൻ്റെ സ്വർഗീയ സ്നേഹം അരികത്ത് വന്ന് മുട്ടുകയാണ്. തോമസ് ലീഹ അവിശ്വാസിയായി പോയെങ്കിലും കർത്താവ് തോമസ് ലീഹയെ തേടിയോടെ വന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ്റെ വിലാപ്പുറം കാണിച്ചു, തുളച്ച കൈകൾ കാണിച്ചു, പറഞ്ഞു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. മതി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മതി. ഇന്ന് നിങ്ങൾ ആരെങ്കിലും അവിശ്വാസികളായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തേടിയാണ് യേശു വന്നത്. മകനെ, നീ അവിശ്വാസിയായിട്ടാണ് വന്നതെങ്കിൽ നിന്നെ തേടിയാണ് യേശു വന്നത്. മോളെ, നീ ഒരു അവിശ്വാസിയായിട്ടാണ് വന്നതെങ്കിൽ നിന്നെ തേടിയാണ് യേശു വന്നത്. സ്തോത്രം. നിൻ്റെ എല്ലാ പാവവും ക്ഷമിക്കും. നിൻ്റെ അവിശ്വാസം പുറത്തു തരും. നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും പുറത്തു തരും. എല്ലാ പാവങ്ങളും ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ. യേശു നിങ്ങളുടെ മേൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ ഊതട്ടെ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സംഗതിയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ദാഹിക്കുന്നവർക്ക് ആത്മാവിനെ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വിശ്വാസത്തോടെ ദാഹത്തോടെ കർത്താവിന്റെ ദൈവത്തേക്ക് നിങ്ങൾ നോക്കൂ. അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. അരികത്ത് വന്ന് നിൽക്കുന്ന
ക്രിസ്തുവിലേക്ക് നിങ്ങൾ ആശയോടെ നോക്കൂ, വിശ്വാസത്തോടെ നോക്കൂ. യേശുവേ എൻ്റെ മേൽ ഊതണമേ. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മേൽ ഊതുവാൻ പ്രസാദിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ പാപികളാണെങ്കിലും ഞങ്ങൾ അവിശ്വാസികളാണെങ്കിലും അവിടെ ഞങ്ങളെ തേടി വന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. വചനം എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ശക്തിയേറിയ സംഭരണശാലിയായി ഞങ്ങൾ ഇറങ്ങിപ്പുറവാൻ ഇടയാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അടുത്ത രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.